Immunodeficiency syndrome, and it is a communicable disease. The theme of AIDS 2024 is Take Me the Right Path, My Health, My Right. ആഫ്രിക്കയിൽ 1920കളിലാണ് എയ്ഡ്സ് ചിമ്പാൻസിയിൽ നിന്നും മനുഷ്യരിലേക്ക് പകർന്നത്. എയ്ഡ്സ് പരത്തുന്ന വൈറസാണ് HIV. HIV ബാധിച്ചതിൻ്റെ ഫലമായി മനുഷ്യന് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും തത്ഫലമായി മറ്റു മാരക രോഗങ്ങൾ പിടിപെടുകയും ചെയ്യുന്നു. എയ്ഡ്സ് ബാധിച്ച രോഗികളിൽ കാണപ്പെടുന്ന സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തിനകം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കകം തന്നെ അവരിൽ കഠിനമായ പനി, ത്രോട്ട് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഒരുപാട് ക്ഷീണം ഇതെല്ലാം അനുഭവപ്പെടാറുണ്ട്. വരണ്ട ചുമ, ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന വയറിളക്കം, ഓർമ്മ നഷ്ടപ്പെടൽ, വിഷാദം, അതുപോലെ തന്നെ നാഡീവ്യൂഹത്തിലുണ്ടാവുന്ന തകരാറുകൾ, ന്യൂമോണിയ ഇവയെല്ലാം ഒരു HIV അഥവാ എയ്ഡ്സ് ബാധിതന്റെ രോഗലക്ഷണമായി കാണപ്പെടുന്നു. വിശദീകരിക്കാനാവാത്ത ക്ഷീണം, ശരീരഭാരം അമിതമായി കുറയുക, തുടർച്ചയായി ഉണ്ടാകുന്ന പനി, രാത്രികാലങ്ങളിൽ ശരീരം അമിതമായി വിയർക്കുക, ചുവപ്പ്, പിങ്ക്, തവിട്ട്, പർപ്പിൾ എന്നീ നിറങ്ങളിൽ ചർമ്മത്തിൻ്റെ അടിയിലോ കൺപോളകളിലോ വായുടെ ഉള്ളില്, മൂക്കിൽ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന തിണർപ്പ് ഇവയെല്ലാമാണ് ഒരു HIV ബാധിതന്റെ രോഗലക്ഷണമായി കാണപ്പെടുന്നത്. സ്റ്റേജസ് ഓഫ് HIV ഇൻഫെക്ഷൻ. നമ്മുടെ മനുഷ്യ ശരീരത്ത് HIV എന്ന അണുബാധ പകരുമ്പോൾ ഉണ്ടായേക്കാവുന്ന 4 ഘട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്നാമത്തെ ഘട്ടം സീറോ കൺവെൻഷൻ ഇൽനെസ്, 2 ദ അസിംപ്റ്റോമാറ്റിക് സ്റ്റേജ്, 3 സിംപ്റ്റോമാറ്റിക് HIV, 4 ലേറ്റ് സ്റ്റേജ് HIV. സീറോ കൺവെൻഷൻ ഇൽനെസ്. HIV ബാധിച്ചൊരു വ്യക്തിക്ക് 1 to 3 വീക്കിനുള്ളിൽ പനി, ജലദോഷം, ചുമ, വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ഇത് അസിംപ്റ്റോമാറ്റിക് സ്റ്റേജ്. ഇത് HIV ബാധിച്ച വ്യക്തിക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് രോഗലക്ഷണങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന സ്റ്റേജാണ്. അതായത് നമുക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതൊക്കെ പുറത്തേക്ക് ലക്ഷണങ്ങൾ കാണിക്കുകയും അത് HIV ആണ് നമ്മൾ തിരിച്ചറിയുന്ന സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി അതൊക്കെ നശിച്ച് നമുക്ക് ആ രോഗം നമ്മൾ അത്രയും പിടികൂടി നമ്മൾ എന്താ പറയാ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റിലൂടെ മാത്രം ആ ഒരു നിലനിന്ന് പോകുന്ന അവസ്ഥയാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ELISA HIV അണുബാധ കണ്ടെത്തുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ആദ്യ പരിശോധനയാണ് ഈ പരിശോധന. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV കണ്ടുപിടിക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ മാർഗം രക്തപരിശോധനയാണ്. ഈ പരിശോധനകൾ രോഗബാധിതരായ വ്യക്തിയുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറസിന്റെ ആന്റിബോഡികൾക്കായി തിരയുന്നു. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതകൾ: 1 അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോണ്ടാക്ട്സിലൂടെ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ, ഇഞ്ചക്ഷൻ ആൻഡ് ഡ്രഗ് യൂസിലൂടെ, ഒക്കുപേഷണൽ എക്സ്പോസിലൂടെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് വഴിയൊക്കെ പകരാനുള്ള സാധ്യതകൾ ഉണ്ട്. HIV is not transmitted by air or water, saliva, tears, sweat or close mouth kissing, sharing toilets, food or drinks. ഉമിനീരിലൂടെ HIV അല്ലെങ്കിൽ എയ്ഡ്സ് പകരാൻ സാധ്യതയുണ്ടോ? 2 പങ്കാളിക്കും വായിൽ രക്തസ്രാവം ഉണ്ടെങ്കിൽ പകരാൻ സാധ്യതയുണ്ട്. എയ്ഡ്സിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് HIV ബാധിച്ച ഒരു വ്യക്തിക്ക് ചികിത്സ നൽകാനാവില്ല. എന്നാൽ അതിനുള്ള ചികിത്സ കണ്ടുപിടിക്കാനുമായിട്ടില്ല. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ട്രീറ്റ്മെന്റ് പ്രകാരം നമ്മുടെ ശരീരത്തിലുള്ള HIV എമൗണ്ടിനെ കുറയ്ക്കാനുള്ള മെഡിസിൻസ് ആണ് നിലവിലുള്ളത്. അതിനെ നമ്മൾ ART അഥവാ ആന്റി റെട്രോവൈറൽ തെറാപ്പി എന്നാണ് പറയുന്നത്. ഇനി കുഞ്ഞുങ്ങളിലാണ് HIV എങ്കിൽ അതിനുള്ള ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ട്രൈമെത്തോപ്രം സൾഫോമെത്തിസോൾ എന്ന ആന്റിബയോട്ടിക് ആണ്. 6 മാസത്തിനുള്ളിൽ ART റെഗുലറായി എടുക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് HIV-നെ നിയന്ത്രിക്കാനാവും. എന്നാൽ പൂർണ്ണമായിട്ട് നമുക്ക് നിയന്ത്രിക്കാനാവില്ല. ഒരു പരിധി വരെ മാത്രമേ നമുക്ക് എയ്ഡ്സിനെ നിയന്ത്രിക്കാനാവൂ.